മലേഷ്യയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ജെൻറ്റിങ് ഹൈലൻഡ്സ്. തണുത്ത കാലാവസ്ഥ, തീം പാർക്കുകൾ, കേബിൾ കാർ യാത്ര, ഷോപ്പിംഗ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. കൗലാലംപൂരിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഇവിടെ എത്താൻ സാധിക്കും. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ആവാന സ്കൈവേ ആണ്. ജെൻറ്റിങ് ഹൈലൻഡിലേക്കുള്ള കേബിൾ കാർ യാത്രയാണ് ഇത് ഒരു അവിസ്മരണീയമായ യാത്രാനുഭവമാണ് നൽകുന്നത്. മലേഷ്യയിലെ ജെൻറ്റിങ് ഹൈലൻഡിലുള്ള ഒരു പ്രശസ്തമായ കേബിൾ കാർ സംവിധാനമാണ് ഈ ആവാന സ്കൈവേ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6000 അടി ഉയരത്തിലുള്ള ഈ യാത്ര പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒന്നാണ്. ഏതാണ്ട് 10 മിനിറ്റ് നീളുന്നതാണ് ഈ യാത്ര. ആവാന സ്റ്റേഷൻ ആണ് ഈ യാത്രയുടെ തുടക്കം. ചിൻസ്വി സ്റ്റേഷൻ ഈ യാത്രയുടെ മധ്യേ നമുക്ക് ലഭിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. ഇവിടെ ഇറങ്ങി പ്രശസ്തമായ ചിൻസ്വി ഗുഹാക്ഷേത്രം സന്ദർശിക്കാവുന്നതാണ്. ഇതിനായി അധിക ചാർജൊന്നും നൽകേണ്ടതില്ല. ഈ യാത്രയുടെ അവസാന സ്റ്റേഷൻ സ്കൈ അവന്യൂ സ്റ്റേഷനാണ്. യാത്ര അവസാനിക്കുന്ന സ്ഥലം. ഇവിടെയാണ് വലിയ ഷോപ്പിംഗ് മാളുകളും ഇൻഡോർ തീം പാർക്കുകളും സ്ഥിതി ചെയ്യുന്നത്. ഈ കേബിൾ കാർ യാത്രയ്ക്ക് 2 തരം ക്യാബിനുകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ക്യാബിനുകളും തറഭാഗം ചില്ലുപാകിയ ക്യാബിനുകളും ലഭ്യമാണ്. ഗ്ലാസ് ക്യാബിനുള്ളിൽ നിന്ന് താഴെയുള്ള വനത്തിൻ്റെ കാഴ്ച കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കും. സാധാരണയായി ഒരാൾക്ക് മലേഷ്യൻ റിംഗറ്റ് 100 മുതൽ മുകളിലോട്ടാണ് നിരക്ക് ആരംഭിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. യാത്രയിൽ നാം കൂടെ ഒരു ചെറിയ ജാക്കറ്റോ സ്വെറ്ററോ കരുതുന്നത് നന്നായിരിക്കും. കാരണം ഉയരത്തിലേക്ക് പോകുന്തോറും നല്ല തണുപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിൻ്റെ ആവശ്യകത നമുക്ക് കൂടി വരും. പുറത്തുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനുള്ള സ്ഥലമാണ് ജെൻറ്റിങ് സ്കൈ വേൾഡ് തീം പാർക്ക്. 9 വ്യത്യസ്ത മേഖലകളായി തിരിക്കപ്പെട്ടിരിക്കുന്നു. ഇവ പ്രശസ്തമായ സിനിമകളെയും കഥകളെയും ആസ്പദമാക്കിയുള്ളത് കൂടിയാണ്. ഇതിൽ പ്രധാനപ്പെട്ടവ ഐസ് ഏജ് എന്നറിയപ്പെടുന്ന ഐസ് ഏജ് സിനിമയിലെ കഥാപാത്രങ്ങളെയും മഞ്ഞുപാളികളെയും അടിസ്ഥാനമാക്കിയുള്ള റൈഡുകൾ സംഘടിപ്പിക്കുന്ന ഒരിടമാണ്. എക്സ്പെഡിഷൻ തിൻ ഐസ്, എക്കോൺ അഡ്വഞ്ചർ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന റൈഡുകൾ. റിയോ സിനിമയിലെ ആവേശകരമായ അന്തരീക്ഷം നൽകുന്ന ഈ ഭാഗത്ത് സാംബ ഗ്ലൈഡേഴ്സ് എന്ന റൈഡ് ഏറെ പ്രശസ്തമാണ്. ബഹിരാകാശ ലോകത്തെ അനുസ്മരിപ്പിക്കുന്ന ആൻഡ്രോമെഡ ബേസിൽ ടെറാഫോം ടവർ ചാലഞ്ച്, ആൽഫ ഫൈറ്റർ പൈലറ്റ്സ് തുടങ്ങിയ ത്രില്ലിംഗ് റൈഡുകളും ലഭ്യമാണ്. നൈറ്റ് അറ്റ് മ്യൂസിയം സിനിമയെ ആസ്പദമാക്കിയുള്ള 3D റൈഡും ഇൻഡിപെൻഡൻസ് ഡേ ഡിഫിയൻസ് എന്ന ഫ്ലൈയിങ് തിയേറ്ററും ഇവിടെ ലഭ്യമാണ്. റോബോട്ട് റിബേറ്റ് ടൗൺ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ വിനോദങ്ങൾ നൽകുന്ന ഒരിടമാണ്. സ്റ്റുഡിയോ പ്ലാസ, എപ്പിക്, ലിബർട്ടി ലെയിൻ, ഈഗിൾ മൗണ്ടൻ എന്നിവയാണ് മറ്റ് പ്രധാന ആകർഷണങ്ങൾ. ഇൻഡിപെൻഡൻസ് ഡേ ഡിഫിയൻസ് ഭൂമിയെ അന്യഗ്രഹ ജീവികളിൽ നിന്ന് രക്ഷിക്കുന്ന അനുഭവം നൽകുന്ന ഒരു അത്യാധുനിക 4D റൈഡാണ്. ഇൻവേഷൻ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ഏപ്സ് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള മികച്ച വിഷ്വൽ ഇഫക്റ്റുകൾ നൽകുന്ന ഒരു റൈഡാണിത്. മാഡ് റാം പീക്ക് ആവേശം ഇഷ്ടപ്പെടുന്നവർക്കായി ഈഗിൾ മൗണ്ടനിലുള്ള അതിവേഗ റൈഡാണ്. ഇവിടെ സാധാരണയായി രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെയാണ് പാർക്കിൻ്റെ പ്രവർത്തനം നടക്കാറുള്ളത്. പ്രായപൂർത്തിയായവർക്ക് ഏകദേശം 160 മുതൽ 190 മലേഷ്യൻ റിംഗറ്റാണ് ടിക്കറ്റ് നിരക്ക്. ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും ഇവിടുത്തെ ക്യൂവിൻ്റെ സ്ഥിതി അറിയുന്നതിനും
ജെൻറ്റിങ് സ്കൈ വേൾഡ് എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് സ്കൈട്രോപോളിസ് ഇൻഡോർ തീം പാർക്കാണ്. മഴയത്തും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ വിഭാവനം ചെയ്ത ഒരു ഇൻഡോർ പാർക്ക്. ജെൻറ്റിങ് ഹൈലൻഡ്സിലെ സുഖകരമായ കാലാവസ്ഥയിൽ മഴയോ വെയിലോ ഭയക്കാതെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മികച്ച വിനോദ കേന്ദ്രമാണ് സ്കൈട്രോപോളിസ് ഇൻഡോർ തീം പാർക്ക്. സ്കൈ അവന്യൂ മാളിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകരുടെ താൽപര്യം ഇവിടെ 3ആയി തിരിച്ചിരിക്കുന്നു. അതിൽ കുട്ടികൾക്കുള്ള റൈഡുകൾ, ചെറിയ കുട്ടികൾക്ക് വരെ സുരക്ഷിതമായി ആസ്വദിക്കാൻ കഴിയുന്ന റൈഡുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ വേർലി വീൽസ്, ജമ്പിംഗ് ടവേഴ്സ് എന്നിവ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട റൈഡുകളാണ്. കുടുംബങ്ങൾക്കുള്ള റൈഡുകളും ഇവിടെ ലഭ്യമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്നവയാണിവ. ക്ലാസിക് ശൈലിയിലുള്ള കറോസൽ, കറങ്ങുന്ന കുതിരകൾ, കോപ്പർ എക്സ്പ്രസ് എന്ന ട്രെയിൻ യാത്ര എന്നിവ ഇതിൽ ഏറെ ശ്രദ്ധേയമാണ്. സാഹസിക റൈഡുകൾ അല്പം പേടിപ്പെടുത്തുന്നതും എന്നാൽ ആവേശം നൽകുന്നതുമായ റൈഡുകൾ ഇഷ്ടപ്പെടുന്നവർക്കായി സ്പിൻ ക്രേസി, സൂപ്പർ ഗ്ലൈഡർ തുടങ്ങിയ റൈഡുകളും ഇവിടെ ലഭ്യമാണ്. ഓരോ വിഭാഗത്തിൻ്റെ ടിക്കറ്റ് നിരക്കുകളും വിവിധ രീതിയിലാണ് ലഭ്യമാകുന്നത്. ഒരു ദിവസം മുഴുവനും എത്ര തവണ വേണമെങ്കിലും ഈ റൈഡുകൾ കയറാൻ കഴിയുന്ന രീതിയിൽ പാസും ലഭ്യമാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാണ് കൂടുതൽ ലാഭകരം. സാധാരണയായി ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. ഓരോ റൈഡിലും കയറുന്നതിന് കൃത്യമായ ഉയര പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് റൈഡുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. റിസോർട്ട് വേൾഡ് ഗെൻറ്റിങ്ങിനുള്ളിലെ ഫസ്റ്റ് വേൾഡ് പ്ലാസയ്ക്ക് തൊട്ടടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത്യാധുനികമായ ലൈറ്റിങ്ങും സംഗീതവും നിറഞ്ഞ സ്കൈട്രോപോളിസ് കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ സമയം ചിലവഴിക്കാൻ ഏറ്റവും മികച്ച ഒരു സ്ഥലം കൂടിയാണ്. മലമുകളിലേക്കുള്ള കേബിൾ കാർ യാത്രാമധ്യേ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ സ്റ്റോപ്പാണ് ചിൻസ്വി കേവ് ടെമ്പിൾ സ്റ്റോപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ചൈനീസ് ബുദ്ധക്ഷേത്രമാണ് ചിൻസ്വി കേവ്സ് ടെമ്പിൾ. പ്രകൃതി ഭംഗിയും ആത്മീയതയും ഒത്തുചേരുന്ന ഈ സ്ഥലം ജെൻറ്റിങ് ഐലൻഡ് സന്ദർശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരിടം കൂടിയാണ്. 9 നിലകളുള്ള പഗോഡയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നിർമ്മിതിയും ആകർഷണവും. ഇതിനുള്ളിലെ പടികൾ കയറി മുകളിൽ എത്തിയാൽ ജെൻറ്റിങ് മലനിരകളുടെയും താഴ്വാരങ്ങളുടെയും അതിമനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പഗോഡയുടെ ഭിത്തികളിൽ ആയിരക്കണക്കിന് ചെറിയ ബുദ്ധപ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജെൻറ്റിങ് റിസോർട്ടിൻ്റെ സ്ഥാപകനായ ലിങ് ഡോ ടോങ്ങിന് പ്രചോദനമായ ചിൻ സ്വി എന്ന പുണ്യപുരുഷൻ്റെ പ്രതിമയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ ബുദ്ധപ്രതിമയും സമീപത്തുള്ള ഗുവാൻ യാൻ പ്രതിമയും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നവയാണ്. ഇവിടെ നമുക്ക് നരകത്തിലേക്കുള്ള 10 കവാടങ്ങളും കാണാൻ സാധിക്കും. മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്ക് മരണശേഷം ലഭിക്കുന്ന ശിക്ഷകളെ ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ ഇവിടെ കാണാം. ബുദ്ധമത വിശ്വാസപ്രകാരമുള്ള നരകത്തിൻ്റെ 10 ഘട്ടങ്ങളാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്. ഗെൻറ്റിങ് ഐലൻഡിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്റ്റോപ്പ് നമുക്ക് ലഭിക്കുക. ആവാന സ്കൈവേ കേബിൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ സ്വി സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ക്ഷേത്രത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ഇതിനായി നാം അധിക നിരക്കൊന്നും നൽകേണ്ടതുമില്ല. മികച്ച വിനോദയാത്രയ്ക്കൊപ്പം മികച്ച ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്.
ഡൈനിങ്, ഷോപ്പിംഗ്, എൻ്റർടൈൻമെൻറ്റ് മുതലായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു അത്ഭുത ലോകമാണ് ഈ ഗെൻറ്റിംഗ് ഹൈലൻഡ്സ്. മലേഷ്യയിലെ ഗെൻറ്റിംഗ് ഹൈലൻഡ്സിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അത്യാധുനിക ഷോപ്പിംഗ് മാളാണ് സ്കൈ അവന്യൂ മാൾ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാൾ മലേഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. 100 കണക്കിന് അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഷോറൂമുകളും ഇവിടെയുണ്ട്. അത്യാധുനിക ഫാഷൻ വസ്ത്രങ്ങൾ മുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വരെ ഇവിടെ ലഭ്യമാണ്. ലുക്കൗട്ട് പോയിന്റുകൾ ഉള്ളതിനാൽ ഷോപ്പിങ്ങിനിടയിൽ മലനിരകളുടെ ഭംഗി ആസ്വദിക്കാനും ഉള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്കൈ സിംഫണിയാണ് ഈ മാളിലെ ഏറ്റവും ആകർഷണം. ഇത് ഒരു വിഷ്വൽ ഷോയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിഷ്വൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഷോയാണിത്. മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന 1000 കണക്കിന് കളർ ബോളുകൾ സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നതും സ്ക്രീനുകളിൽ ദൃശ്യങ്ങൾ കാണാൻ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇവിടെ. ഈ ഷോ സൗജന്യമായി കാണാവുന്നതാണ്. വൈവിധ്യമാർന്ന ഭക്ഷണശാലകൾ ഭക്ഷണപ്രിയർക്ക് സ്കൈ അവന്യൂ ഒരു സ്വർഗമാക്കുന്നുണ്ട്. മലേഷ്യയിലെ തനതായ സ്ട്രീറ്റ് ഫുഡുകൾ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഇവിടെ രുചിക്കാം. അന്താരാഷ്ട്ര റെസ്റ്റോറൻറ്റുകളായ ബർഗർ ആൻഡ് ലോബ്സ്റ്റർ, കഫേ പാരീസ് തുടങ്ങിയ ലോകപ്രശസ്ത ഭക്ഷണശാലകളും ഇവിടെയുണ്ട്. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും വിചിത്രവും അത്ഭുതകരവുമായ കാര്യങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്കായി ഇവിടെ മ്യൂസിയവും മറ്റ് വിനോദ ഉപാധികളും ലഭ്യമാക്കിയിട്ടുണ്ട്. സിനിമയും കാസിനോയും ആധുനിക തിയേറ്ററുകളും മാളിന് സമീപത്തായി പ്രശസ്തമായ ഗെൻറ്റിംഗ് കാസിനോയും സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ വളരെയേറെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ഗെൻറ്റിംഗ് ഹൈലൻഡ്. ഇവിടുത്തെ അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട് ഒത്തിരിയേറെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ നാം മടങ്ങുകയാണ് മറ്റൊരു അത്ഭുത കാഴ്ചയായ ബാറ്റു കേവ്സ് കാണാനായി. വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബാറ്റു കേവ്സ്. കോലാലംപൂർ നഗരത്തിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ മാറി സെലങ്കോർ സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണമാണ് ഇവിടുത്തെ മുരുകൻ പ്രതിമ. ബാത്തു ഗുഹകളുടെ പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന ഭീമാകാരമായ സ്വർണ്ണ നിറത്തിലുള്ള മുരുകൻ പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഏകദേശം 42.7 മീറ്റർ, അതായത് 140 അടി ആണ് ഇതിൻ്റെ ഉയരം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള മുരുകൻ പ്രതിമകളിൽ ഒന്നാണിത്. ഏകദേശം 2.5 ലക്ഷം ലിറ്റർ സ്വർണ്ണ പെയിൻറ്റും ടൺ കണക്കിന് സ്റ്റീലും കോൺക്രീറ്റും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 400 ദശലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് കല്ലുപാറകളാണ് ഇവിടെയുള്ള ഗുഹാക്ഷേത്രങ്ങൾ. പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഗുഹയാണ് ടെമ്പിൾ കേവ്. ഇവിടേക്ക് എത്താൻ അതിമനോഹരമായി നിറം നൽകിയ 272 പടികൾ കയറണം. ഇവിടെയുള്ള മറ്റൊരു ഗുഹയാണ് രാമായണ ഗുഹ. ഇതിനുള്ളിൽ രാമായണത്തിലെ കഥാസന്ദർഭങ്ങൾ ശില്പങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രവേശന കവാടത്തിൽ ഹനുമാന്റെ വലിയൊരു പ്രതിമയും നമുക്ക് കാണാം. മൂന്നാമതായി ഇവിടെയുള്ള ഡാർക്ക് കേവാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. പ്രകൃതിദത്തമായ ഗുഹകളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്കായി ഇവിടെ ഗൈഡഡ് ടൂറുകൾ ലഭ്യമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം തൈപ്പൂയം ആഘോഷമാണ്. മലേഷ്യയിലെ തമിഴ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ആഘോഷമായ തൈപ്പൂയം നടക്കുന്നത് ഇവിടെയാണ്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കാവടി ഏന്തിയും മറ്റും മുരുകന് വഴിപാടുകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേരും. ഇത് ഒരു പുണ്യസ്ഥലമായതിനാൽ മാന്യമായ വസ്ത്രം ഇവിടെ നിർബന്ധമാണ്. മുട്ടിനു താഴെ മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കണം. യാത്രയ്ക്കായി കോലാലംപൂരിൽ നിന്നും ട്രെയിൻ സർവീസും ടാക്സികളും ലഭ്യമാണ്. അങ്ങനെ
ഇവിടെ എത്തി ഇവിടെ സന്ദർശനവും നടത്തി പ്രാവുകൾക്ക് തീറ്റയും കൊടുത്ത് നാമും മറ്റ് യാത്രികർക്കൊപ്പം മടങ്ങുകയാണ്.